ഹായ് പുതിയൊരു ലെക്ചർ ഇവിടെയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ എത്ര ചെയ്താലും എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഹയർച്ച് തിരിച്ചു വരുന്നതിനെ നീ ഭയപ്പെടുന്നുണ്ടോ എന്നാണ്. എന്താ ചെയ്യേണ്ടത്? ഹയർച്ച് തിരിച്ചു വരുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന്. ഈ കമ്പനിക്ക് എതിരെ നടപടി എടുത്തിട്ട് 110 ദിവസം, ഇന്നത്തേക്ക് 110 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 4 മാസമായി ഈ കമ്പനി ബഡ്സ് ആക്ട് പ്രകാരം നടപടി എടുത്തിട്ട് എന്ന്. ഒരു പത്രസമ്മേളനം വിളിക്കാൻ രേഖകൾ കയ്യിലില്ലാത്ത ഒരു കമ്പനി. ഞാൻ ഈ കമ്പനിയുടെ വക്കീലാണെന്ന് പറയാൻ ഒരു ലീഗൽ സെല്ല് പ്രവർത്തിക്കാത്ത കമ്പനി. ചാർട്ടേഡ് അക്കൗണ്ടാണെന്ന് പറഞ്ഞു നടന്നവൻ ഞാൻ ഈ തട്ടിപ്പിൽ ഭാഗമല്ല, ഞാൻ വെറും ഒരു അക്കൗണ്ടന്റ് മാത്രമാണ് എന്ന് പറഞ്ഞ കമ്പനി. ഈ കമ്പനി താഴിട്ട് പൂട്ടിയാൽ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞവർ ഇന്നെവിടെയാണ്? പൂൾ ഇൻകം നിന്നാൽ ഞാൻ ഈ കമ്പനിയെ വിശ്വസിക്കും, ഈ കമ്പനി തട്ടിപ്പാണെന്ന് പറയുന്നത് വിശ്വസിക്കും എന്ന് പറഞ്ഞവർ ഇന്നെവിടെയാണ്? പൂട്ടിയ കമ്പനിക്ക് മുന്നിൽ ആൾക്കാർ പോവാത്തത് എന്തുകൊണ്ടാണ്? പൂട്ടുന്നതിന് മുന്നേ വണ്ടിയും പിടിച്ച് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോകൾ നീക്കം ചെയ്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ HROTT ബോണ്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്? ചില ആൾക്കാരൊക്കെ ഹൈറിച്ചിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോകളും ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ലീഡർമാരെ ഇപ്പോൾ നിങ്ങൾ ഹൈറിച്ചിൻ്റെ ലീഡർ ആയിരുന്നില്ലേ എന്ന ചോദ്യത്തിനെ പോലും ഭയക്കുന്നത്? ഞാൻ ലീഡർ ആയിരുന്നില്ല, ഞാൻ എൻ്റെ പണം മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവർ മാറിയിരിക്കുന്നു. എന്നാലും ചില വിഡ്ഢികൾ, അവരെ നമുക്ക് വിഡ്ഢികൾ എന്ന് പറയാം, ചില വിഡ്ഢികൾ ചില ചോദ്യങ്ങൾ, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഹയർച്ച് തിരിച്ചു വരുന്നതിനെ ഭയപ്പെടുന്നുണ്ടോ എന്ന്. എന്ത് പറയാനാണ്? ബൈ.